കുക്കിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? ചങ്ങായിമാരെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറ. നമ്മളിതാ കറണ്ട് അഫേഴ്സ് ആണ് പഠിക്കുന്നത്. നമ്മൾ ഇതുവരെ 12 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കറണ്ട് അഫേഴ്സ് പഠിക്കാൻ ഇതുപോലൊരു കോഴ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ വേറെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. കേരള PSC ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 150 ക്ലാസ്സുകളും 150 PDF 2025 കംപ്ലീറ്റ് 26 ഇപ്പം വരാൻ പോകുന്ന മാസം ഉൾപ്പെടെ സെപ്പറേറ്റ് ടോപ്പിക് വൈസ് ഓരോരോ 10 ക്ലാസ് 12 ക്ലാസ് ഒക്കെയാണ് ഓരോ മാസവും. അങ്ങനെ നമ്മൾ എടുത്തെടുത്ത് ഇങ്ങനെ പോവുകയാണ്. ഇതുവരെ എടുത്ത മുഴുവൻ ക്ലാസിന്റെയും വീഡിയോ PDF നോട്ട് ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനലിൽ കൊടുക്കും. ടെലഗ്രാം ചാനൽ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ക്ലാസ് നോക്കൂ, ഇഷ്ടപ്പെട്ടാൽ പത്ര കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ച ക്ലാസ് ആണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ 13ാമത്തെ ക്ലാസ്, ഇതുവരെ എടുത്ത 12 ക്ലാസ് ഒരൊറ്റ പ്ലേലിസ്റ്റ് ആണ്. അതിന്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണുക. 12 കണ്ട് വരണേ. എല്ലാ ക്ലാസ്സും കാണടാ, എന്നാലേ നമുക്ക് ക്ലാസ് എടുക്കാൻ ഉഷാറുണ്ടാവും. കരീബിയൻ കടൽ നോക്കൂ. കരീബിയൻ കടലിൽ അമേരിക്ക പിടിച്ചെടുത്ത വെനസ്വേലയുമായി ബന്ധമുള്ള കപ്പൽ. ഇതിനൊരു പ്രശ്നമുണ്ട് ഈ ചോദ്യത്തിനകത്ത്. നോക്കൂ, 2025 പല മാസങ്ങളിലും ഇത്തരത്തിൽ അമേരിക്ക വെനസ്വേലൻ കപ്പലുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കണം. 2026 ജനുവരിയിൽ അങ്ങനെയാണ് ചോദ്യമെങ്കിൽ 2026 ജനുവരിയിൽ അമേരിക്ക പിടിച്ചെടുത്ത വെനസ്വേലയുമായി ബന്ധമുള്ള കപ്പൽ എന്ന് ചോദിച്ചാൽ അത് ഒലീനയാണ്. പത്രക്കട്ടിങ് കണ്ട നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ പല സമയത്തായിട്ടുള്ള ന്യൂസുകളുണ്ട്. അതിനകത്ത് പല ഷിപ്പിന്റെ പേരുണ്ട്. ഇവിടെ ഉപരോധം ലംഘിച്ചെന്ന് ആരോപിച്ചായിരുന്നു റഷ്യൻ പതാക ഏന്തിയ മരിനേര കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തെന്നൊരു ന്യൂസ് കാണാം. ഷിപ്പിന്റെ ഒക്കെ ഫോട്ടോ പത്രത്തിലുള്ളതാണ്. ഏതോ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കട്ടെ. അപ്പൊ വെനസ്വേലയുടെ ഒരു കപ്പലിന്റെ പേരാണ് മരിനേര. കേട്ടോ, ഇവിടെ മാറ്റി എഴുതിയാണ്. അതുമായി ബന്ധപ്പെട്ട ന്യൂസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വെനസ്വേലയിലെ US ആധിപത്യത്തിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ അന്താരാഷ്ട്ര സമുദ്ര നിയമം ലംഘിച്ചെന്നൊക്കെ പറഞ്ഞാണ് അമേരിക്കൻ സേന അവരുടെ കപ്പലുകളൊക്കെ പിടിക്കുന്നത്. റഷ്യയുമായുള്ള ബന്ധത്തിലൊക്കെ പ്രശ്നങ്ങളാണ്. ഇനി നോക്കൂ, അടുത്തൊരു ന്യൂസ് താഴത്ത് കാണാം. വെനസ്വേലയിൽ നിന്ന് എണ്ണ കടത്തിയെന്ന് ആരോപിച്ച് ഒരു കപ്പൽ കൂടി US സേന പിടിച്ചെടുത്തു. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന കപ്പലാണ്. കരീബിയനിൽ ഒലീന എന്ന ഓയിൽ ടാങ്കറാണ് പിടിച്ചെടുത്തത്. അപ്പൊ ചോദ്യം കണ്ടോ, കരീബിയൻ കടലിൽ US പിടിച്ചെടുത്ത വെനസ്വേലയുമായി ബന്ധമുള്ള കപ്പലാണ് ഒലീന. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസുരഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതിയാണ് കൽപ്പറ്റ കോടതി. ഇമ്പോർട്ടന്റ് ആയ വാർത്തയാണ്. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതി ഏതാണ്? വയനാടാണ്. കൽപ്പറ്റ ജില്ലാ കോടതി. മക്കളെ പഠിക്കുക, 1 മാർക്ക് ഷുവറാണ്. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാക്കുന്നത്. കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയുടെ പേര് സിദ്ധാരാമയ്യ. നോക്കൂ, തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ മുഖ്യമന്ത്രിയായത് പിണറായി വിജയനാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിൽ അല്ലെങ്കിൽ അധികാരത്തിലിരുന്നത് പിണറായി വിജയൻ അല്ല. നിലവിൽ അത് ആര് തന്നെയാണ്? EK നായനാർ സഖാവാണ്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ പോയിന്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് EK നായനാർ. എത്ര ദിവസമാണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്? 4000 ദിവസങ്ങൾ പിന്നിട്ട് വളരെ കുറച്ച് ദിവസം കൂടി അദ്ദേഹം ഇരുന്നിരുന്നു. ഒന്ന് കമന്റ് ചെയ്ത് അറിയുന്നവർ ഗൂഗിളൊക്കെ നോക്കി കണ്ടുപിടിച്ചാൽ മതി. EK നായനാർ സഖാവാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്നത്. എന്നാൽ ചോദ്യം ഇങ്ങനെയാണ് PSC ചോദിക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് ആര്? തവണ മീൻസ് അദ്ദേഹം പല സമയങ്ങളിലായിട്ട് വീണ്ടും മുഖ്യമന്ത്രിയായി. നായനാറ് ഒരു ടേമിൽ മുഖ്യമന്ത്രി ഒരുപാട് നാളങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഇദ്ദേഹം വീണ്ടും ആയി. അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് K കരുണാകരൻ. നമ്മുടെ ലീഡർ K കരുണാകരനാണ്. ഏറ്റവും കൂടുതൽ കാലം EK നായനാറും ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ K കരുണാകരനുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കേരളത്തിലുള്ള കർണാടക അവിടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യാണ്. കർണാടകയിലെ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയും ഇദ്ദേഹമാണ്. അപ്പോ ഒലീന എന്ന് പറയുന്ന കപ്പലും മരിനേര എന്ന കപ്പലിനെയും മറക്കണ്ട. കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തിൽ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് സപ്ലൈകോ സിഗ്നേച്ചർ മാർട്ട്. നമുക്കറിയാം, മാറിയ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള മാളുകൾ എല്ലാം നമ്മൾ ഷോപ്പിംഗ് മാളിലൊക്കെ പോയിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ പണ്ടത്തെ ആ ഒരു അവാർഡ് പടം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ മാറിയാൽ ശരിയാവില്ല. കാലത്തിനനുസരിച്ചുള്ള മാറ്റം. അപ്പൊ സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ട് എന്ന പുതിയ ആധുനിക സജ്ജീകരണ സെറ്റപ്പ് ഒക്കെയുള്ള സപ്ലൈകോയുടെ പുതിയ ഒരു പദ്ധതിയാണ്.
അതിന്റെ ഷോപ്പുകൾ. അപ്പൊ അത്തരം ഷോപ്പിന്റെ ആദ്യത്തെ തുടക്കം ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് കേരളത്തില് എവിടെയാണ് നിലവിൽ വന്നത് ചോദിച്ചാൽ തലശ്ശേരിയാണ്. തലശ്ശേരി 3 സീകളുടെ നഗരമല്ലട തലശ്ശേരി. അവിടെ എന്തു കൂടി വന്നു? സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ട്. സപ്ലൈകോ സിഗ്നേച്ചർ 3 സീകളുടെ നാട്. ഏതാ 3 സീ? ക്രിക്കറ്റിന്റെയും സർക്കസിന്റെയും കേക്കിന്റെയും നാടാണ് തലശ്ശേരി. 3 സീകളുടെ നാട് തലശ്ശേരിയാണെങ്കിൽ 3 എല്ലുകളുടെ നഗരം എവിടെയാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയുന്നവര്. ഞാനത് പറയുന്നില്ല, എന്തൊക്കെയാണ് അതും അറിയെങ്കിൽ കമന്റ് ചെയ്യുക. ഇപ്പൊ 3 സീകളുടെ നഗരം തലശ്ശേരിയാണ്. ഇതങ്ങ് വടക്കാണെങ്കിൽ 3 എല്ലുകളുടെ നഗരം അങ്ങ് തെക്കോട്ടാണ് അല്ലെ. ഏതാ സ്ഥലം ഞാൻ പറയുന്നില്ല. ടാറ്റ സ്റ്റീൽ ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പായ മലയാളി. ടാറ്റ സ്റ്റീൽ ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് ചെസ് ടൂർണമെന്റ് ആണ് ടാറ്റ സ്റ്റീൽ ബ്ലിറ്റ്സ്. അതിനകത്ത് ജയിച്ചില്ല. റണ്ണറപ്പ് ആയതാരെ ചോദിച്ചാല് നിഹാൽ സരിൻ. അദ്ദേഹത്തെ തോൽപ്പിച്ചാൽ നമുക്ക് പറയാം. ഇതാണ് ഇമ്പോർട്ടന്റ്, കാരണം മലയാളി ആയതുകൊണ്ട് നിഹാൽ സരിനാണ് ടാറ്റ സ്റ്റീൽ ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പ് ആയത്. ഇദ്ദേഹത്തിന് അവിടെ മറ്റൊരു കാറ്റഗറിയിൽ ചാമ്പ്യനുമായി. ടാറ്റ സ്റ്റീൽ ചെസ് റാപ്പിഡ് വിഭാഗത്തിൽ ഇദ്ദേഹം ചാമ്പ്യനായി. ടാറ്റ സ്റ്റീൽ ചെസ് റാപ്പിഡ് വിഭാഗത്തിൽ ഇദ്ദേഹം ചാമ്പ്യനായി. നോക്കൂ, അതിന്റെ ന്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് വായിക്കാൻ വേണമെങ്കിൽ, ഇദ്ദേഹം റണ്ണറപ്പ് എന്ന് പറയുമ്പോൾ ജയിച്ച ആളുകൾ നമ്മൾ പഠിക്കണമല്ലോ. വെസ്ലി സോ യിപ്പ് മെയ്ഡൻ അതാണ് പേര്, ഇവിടെ വരെയുള്ളൂ. അപ്പൊ വെസ്ലി സോ ഇതൊക്കെ പേരൊക്കെ നാവ് കൊള്ളുന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ പഠിച്ചാൽ മതി കേട്ടോ. വെസ്ലി സോ യിപ്പ് മെയ്ഡൻ, ഈ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ബ്ലിറ്റ്സ് കിരീടങ്ങൾ നേടിയ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടവർക്ക് വേണ്ടി മാത്രം വായിക്കാൻ വേണ്ടി കൊടുത്താണ്. അപ്പൊ ഇതെല്ലാം PDF വായിച്ച് മനസ്സിലാക്കുക. അവിടെ നമ്മൾ പഠിച്ചു വെക്കുക ഇത്ര മാത്രം. എന്താണ്? റാപ്പിഡ് വിഭാഗത്തിൽ ചാമ്പ്യൻ ആയത് നിഹാൽ സരിനാണ്. അതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പിലെ റണ്ണറപ്പ് ആയതും നിഹാൽ സരിനാണ്. അത് മതി നമുക്ക്. 2026 അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ വെയർ ദി ഫോറസ്റ്റ് മീറ്റ്സ് ദി സീ എന്ന ഫിലിം വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ സിനിമ ഏതാണ്? വെയർ ദി ഫോറസ്റ്റ് മീറ്റ്സ് ദി സീ എന്ന ഫിലിം വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ സിനിമ. മക്കളെ, ഒരുപാട് പ്രധാനപ്പെട്ട പ്രത്യേകതകളുള്ള സിനിമയായിരുന്നു നമ്മുടെ മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം അല്ലെ. മമ്മൂട്ടിയുടെ അല്ല, അത് രാഹുൽ സദാശിവനെയാണ്. മമ്മൂട്ടിയാണ് അഭിനയിച്ചത്, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ മമ്മൂക്ക അഭിനയിച്ച രാഹുൽ സദാശിവൻ, പേര് പഠിക്കുക, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ബ്രഹ്മയുഗത്തിന്റെ സംവിധായകൻ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചു, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ചിദംബരത്തിന്റെ പേരൊക്കെ PS ചോദിച്ചിരുന്നു. അപ്പൊ അതുപോലെ ചോദിക്കാം, ബ്രഹ്മയുഗത്തിന്റെ സംവിധായകന്റെ പേര് രാഹുൽ സദാശിവൻ. 2026 അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സ്, ഈ പറഞ്ഞ ഓസ്കാറിന്റെ ആ വേദിയിലൊക്കെ ഈ ഒരു സിനിമ വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നോക്കൂ, ലോസ് ആഞ്ചലസിലെ വിഖ്യാതമായ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടതോടെ മലയാളത്തിന്റെ മമ്മൂട്ടിയും ബ്രഹ്മയുഗവും ആഗോള സിനിമാ ഭൂപടത്തിൽ ചരിത്രം കുറിച്ചിരിക്കുന്നു. എടാ, ഓസ്കാർ നോമിനേഷന്റെ ഭാഗമായിട്ട് പോയതല്ല കേട്ടോ, ഇതല്ലാതെ അവിടെ പ്രദർശിപ്പിച്ചതാണ് കേട്ടോ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ബ്രഹ്മയുഗം 4 അവാർഡുകൾ സ്വന്തമാക്കി നമ്മൾ പറഞ്ഞിരുന്നു. കവയിത്രി സുഗതകുമാരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 2026 സുഗതകുമാരി സംസ്ഥാന പുരസ്കാരം കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചാൽ പ്രഭാവർമ്മ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിക്ക് പ്രഭാവർമ്മയ്ക്ക് സുഗതകുമാരി സംസ്ഥാന പുരസ്കാരം കിട്ടി. 2026 സുഗതകുമാരി സംസ്ഥാന പുരസ്കാരം കിട്ടിയത് പ്രഭാവർമ്മ. അദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? രൗദ്രസ്വാത്വികം. നോട്ട് ചെയ്ത് വെച്ചേക്കുക. രൗദ്രസ്വാത്വികം. മുമ്പ് ഈ പറയുന്ന ദേശീയ തലത്തിൽ ഒരു പുരസ്കാരം ഈ കൃതിക്ക് കിട്ടിയിരുന്നു. അറിയുന്നവരുന്ന് കമന്റ് ചെയ്ത് 2 വർഷം മുമ്പാണ്. പ്രഭാവർമ്മയുടെ രൗദ്രസ്വാത്വികം എന്ന കൃതി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. രൗദ്രസ്വാത്വികം, ആ കൃതിക്ക് 2026 സുഗതകുമാരി സംസ്ഥാന പുരസ്കാരം കിട്ടി. ഫെഡറൽ ബാങ്കിന്റെ മറ്റൊരു പുരസ്കാരമാണ് നമ്മൾ പറയുന്നത്, ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം. മക്കളെ, ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം 2025 എത്രാമത്തതാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അറിയുന്നവർ കമന്റ് ചെയ്യുക. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ പഠിച്ചിരുന്നു അല്ലെ. സാറാ ജോസഫിന്റെ കറ പറഞ്ഞിരുന്നു. വേണുവിന്റെ ഒരു അന്വേഷണത്തിന്റെ കഥ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഫെഡറൽ ബാങ്ക് പുരസ്കാരങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സുഗതകുമാരി ടീച്ചറുടെ പുരസ്കാരം പ്രഭാവർമ്മ പഠിച്ചു. ഫെഡറൽ ബാങ്കിന്റെ സാഹിത്യ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് ചോദിച്ചാൽ 2025 കെ ശ്രീകുമാർ. എത്രാമത്തെ നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ചെക്ക് ചെയ്താൽ എന്തായാലും നമ്മുടെ പിള്ളേർ അത് കമന്റ് ചെയ്യും, കാരണം ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഫെഡറൽ ബാങ്ക് പുരസ്കാരം കിട്ടിയത് കെ ശ്രീകുമാർ. കൃതി അദ്ദേഹത്തിന് ഏത് കൃതിക്കാണ്? MT വാസുദേവൻ നായർ എന്ന ജീവചരിത്രം. MT വാസുദേവൻ ജീവചരിത്രം കേട്ടോ. അടുത്ത ഏറ്റവും അവാർഡുകളൊക്കെ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ പറയുന്നത് കേട്ടോ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റാർ ഇട്ട് വെക്കണം, ഇത് ഷുവറായിട്ട് ചോദിക്കുമെന്ന് പഠിച്ചു വെക്കുക. കാരണം സ്ഥിരം PYQ ഹരിവരാസനം പുരസ്കാരം. 2026 ഹരിവരാസനം പുരസ്കാരം കിട്ടിയത് തിരുവിഴ ജയശങ്കർ സാറിന്. തിരുവിഴ ജയശങ്കർ ഫോട്ടോ കാണാം നിങ്ങൾക്ക്. നമ്മുടെ വാസവൻ മന്ത്രി, ദേവസ്വം മന്ത്രിയാണ്. അപ്പൊ ഹരിവരാസനം പുരസ്കാരം കിട്ടുന്നു ആർക്ക്? തിരുവിഴ ജയശങ്കർ. ഇദ്ദേഹം ഏതു മേഖലയിലാണ് പ്രശസ്തൻ ചോദിക്കും? നാഗസ്വര വിദ്വാൻ. നാഗസ്വരം എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ നാഗസ്വര വിദ്വാനാണ് ആര്? തിരുവിഴ ജയശങ്കർ. തിരുവിഴ ജയശങ്കർ. ഹരിവരാസനം കേൾക്കുമ്പോ തിരുവിഴ ജയശങ്കർ കേട്ടോ. തിരുവിഴ ജയശങ്കർ. തിരുവിഴ ജയശങ്കർ. എടാ, കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ്. എത്രയാണ് ഈ ഒരു സമ്മാന തുക? ഈ പുരസ്കാരത്തിന്റെ 1 ലക്ഷം രൂപയാണ്. 2026 തിരുവിഴ ജയശങ്കർ. തിരുവിഴ ജയശങ്കർ. അതിനു മുമ്പ് കിട്ടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. നമ്മുടെ സിനിമയിലൊക്കെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാറിനാണ് 2025-26 തിരുവിഴ ജയശങ്കർ നാഗസ്വര വിദ്വാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യമായി നൽകി തുടങ്ങിയത് നോക്കൂ, ഹരിവരാസനം എന്ന് കേട്ടാൽ മലയാളികളുടെ മനസ്സിൽ ഒരു ഒറ്റ പേരേ ഉള്ളൂ അല്ലേ? അപ്പോ അത് നമ്മുടെ ദാസേട്ടനാണ്. 2012 ഹരിവരാസനം പുരസ്കാരം കിട്ടിയത് KJ യേശുദാസ്. മക്കളെ, സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ DC ബുക്സിന്റെ ആഭിമുഖ്യത്തിൽ 2026 ജനുവരിയിൽ കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതിന്റെ 9ാമത് പതിപ്പാണ് നടന്നത്. 2026 കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 9ാമത് പതിപ്പ് കോഴിക്കോട് വെച്ച് നടന്നു. നോക്കൂ, 2026 കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 9ാമത് പതിപ്പ് കോഴിക്കോട് വെച്ച് നടന്നു. DC ബുക്സും സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടു കൂടി. ഇത് ആരായിരുന്നു ഇതിന്റെ മുഖ്യ ആകർഷണം അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തു ചോദിച്ചാൽ സുനിത വില്യംസ്. നമ്മളൊക്കെ അല്ലേ നേരിട്ട് പോയി കാണാനും അതുപോലെ നമ്മളൊക്കെ ഭയങ്കര സന്തോഷം നൽകിയ ഒരു ഇവന്റ് ആയിരുന്നു, പ്രോഗ്രാം ആയിരുന്നു കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവല്. അപ്പോൾ ഒരു വലിയ ഐക്കൺ അല്ലേ നേരിട്ട് നമ്മുടെ നാട്ടിൽ വരുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തിറക്കിയ പുതിയ മലയാളം ഫോണ്ട് ഉണ്ട്. അതിന്റെ പേരാണ് തസ്രാക്ക്. അപ്പൊ ഖസാക്ക് എന്ന് കേൾക്കുമ്പോൾ തസ്രാക്ക് എന്നൊരു ഫോണ്ട് ഇവിടെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പ്രത്യേക രീതിയിലുള്ള ഒരു എഴുത്ത്, പല എഴുത്തുകളുണ്ടല്ലോ, അതിനകത്തുള്ളൊരു പുതിയ ഫോണ്ടാണ് തസ്രാക്ക് കേട്ടോ. അതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുനിത വില്യംസ് വന്നത്, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത റിയാസ് ആണെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. നോക്കൂ, 2026 കോഴിക്കോട് വെച്ച് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ 9ാമത് പതിപ്പിലെ ആരായിരുന്നു അല്ലെങ്കിൽ ഏത് രാജ്യമായിരുന്നു അതിഥി രാജ്യം എന്ന് ചോദിച്ചാൽ ജർമ്മനിയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക, ചിലപ്പോൾ ചോദിക്കാം. ജർമ്മനി കേട്ടല്ലോ. പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളൊക്കെ വന്നിരുന്നു. സുഗതകുമാരി പുരസ്കാരവും നമ്മൾ പഠിച്ചു. അത്തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ മക്കളെ, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. മലയാള സിനിമാ മേഖലയിലെ പരമോന്നത പുരസ്കാരം. നമ്മൾ എഴുത്തച്ഛനൊക്കെ സാഹിത്യ മേഖലയിൽ പറയുന്ന പോലെ സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് JC ഡാനിയൽ. 2024 JC ഡാനിയൽ കിട്ടുന്നത്. വർഷം ശ്രദ്ധിക്കണേ അമ്പാനെ, വർഷം തെറ്റിക്കരുത് കേട്ടോ. കാരണം ഇത് കൊറോണ സമയത്ത് ഇങ്ങോട്ട് ഗ്യാപ്പ് ഇട്ടിങ്ങനെ വർഷം പിറകുന്ന വരിക. ഇപ്പൊ 2024 കിട്ടിയത് ശാരദ. ഈ 2026 ഞാൻ ക്ലാസ് എടുക്കുന്ന വർഷമാണ്. പക്ഷെ ഇത് ഇയർ പറയുമ്പോൾ 2 വർഷം പിറകെ നിങ്ങൾ പറയുക കേട്ടോ. അപ്പൊ 2023 എന്ന് വെച്ചാൽ ശാരദയ്ക്ക് മുമ്പ് കിട്ടിയത് ഷാജി N കരുണായിരുന്നു. അതിനു മുമ്പ് കിട്ടിയത് TV ചന്ദ്രനായിരുന്നു. അപ്പൊ അതൊന്നും നമ്മൾ അങ്ങനെ പഠിക്കണ്ട. അപ്പം ചന്ദ്രനും ഷാജിയും ശാരദയും. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് 2024 JC ഡാനിയൽ പുരസ്കാരം കിട്ടിയത് ശാരദ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നായിക, ദുഃഖപുത്രി എന്നൊക്കെ പേര് നമ്മൾ വിളിക്കാറുള്ള ശാരദാമ്മ. മലയാള സിനിമയിൽ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇവരുടെ ആദ്യത്തെ മലയാള സിനിമ ഇണപ്രാവുകളാണ്. അതിനു മുമ്പായിട്ട് JC ഡാനിയൽ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ ഹരിവരാസനം പറഞ്ഞു. ഹരിവരാസനം 2012 നൽകി തുടങ്ങിയത് അല്ലേ? കണ്ട നിങ്ങൾ, നമ്മൾ KJ യേശുദാസ്. അതുപോലെ നമ്മൾ പഠിക്കുക, JC ഡാനിയൽ പുരസ്കാരം നൽകി തുടങ്ങിയത് 1992 ഓക്കെ ആണോ? 92 ആദ്യമായിട്ട് കിട്ടിയത് TE വാസുദേവൻ.
ടി വാസുദേവൻ. 2012 ഹരിവരാസനം ആദ്യം കിട്ടിയത് KJ യേശുദാസ്. മാറരുതേ. ഇണപ്രാവുകളായിരുന്നു ശാരദാമ്മയുടെ ആദ്യത്തെ സിനിമ. ഇവർക്ക് ഉർവശി അവാർഡ് അഥവാ ദേശീയ പുരസ്കാരം കിട്ടി. ഏതെല്ലാം സിനിമയ്ക്കാണെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വർഷവും പറ്റുന്നവർ പഠിക്കാം കേട്ടോ. ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കും. 1968 വിൻസെന്റിന്റെ തുലാഭാരം എന്ന സിനിമ. തുലാഭാരം നോക്കൂ, 4 കൂട്ടി 68 4 കൂട്ടി 72 അല്ലെ. 72 സ്വയംവരം, അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം, തുലാഭാരം, സ്വയംവരം. അടുത്ത ഒരു തെലുങ്ക് സിനിമയാണ് നിമഞ്ജനം, അത് 77 അപ്പോ 68, 72, 77 നിമഞ്ജനം, തുലാഭാരം, സ്വയംവരം, നിമഞ്ജനം, തുലാഭാരം, സ്വയംവരം, നിമഞ്ജനം. 1996 മുതൽ 98 വരെ തെന്നാലി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ മണ്ഡലത്തിൽ നിന്നുള്ള ലോകസഭ അംഗമായിരുന്നു മേഡം. ഓർത്ത് വെച്ചേക്കുക. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ലോകസഭ അംഗമായിട്ട് ആര് തെരഞ്ഞെടുത്തിരുന്നു? ശാരദ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തെലുങ്ക് സിനിമയിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ നിമഞ്ജന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം മറക്കണ്ട, ഉർവശി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആദ്യം മലയാളത്തിൽ കിട്ടുന്നത് വിൻസെന്റിന്റെ തുലാഭാരം. വർഷം അതെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. 68 വിൻസെന്റിന്റെ തുലാഭാരം. ദെൻ 72 സ്വയംവരം അടൂർ ഗോപാലകൃഷ്ണന്റെ. 68, 72. പിന്നീട് 77 നിമഞ്ജനം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നമ്മൾ പറയുന്ന അവാർഡുകളുടെ വർഷമൊക്കെ അല്ലെങ്കിൽ നമ്പറുകളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ JC ഡാനിയൽ പുരസ്കാരം 2024 പറഞ്ഞു. ഹരിവരാസനം പുരസ്കാരം നമ്മൾ 2026 തിരുവിഴ ജയശങ്കർ പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിൽ ഒരുപാട് അവാർഡുകളുണ്ട്. നോക്കൂ, 18ാമത് ബഷീർ പുരസ്കാരം. എത്രാമത്തെ? 18ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് ആർക്ക്? 18. ആലോചിക്കണം. ഹരീഷ്. അദ്ദേഹത്തിന്റെ പട്ടുനൂൽ പുഴു എന്ന നോവലിനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു. 17ാമത് ബഷീർ പുരസ്കാരം PN ഗോപികൃഷ്ണനാണ് കിട്ടിയത് കഴിഞ്ഞ വർഷം. അത് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ്. ഇപ്പൊ ബഷീർ പുരസ്കാരം, ഹരിവരാസന പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം എല്ലാം ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. കൃത്യമായിട്ട് തന്നെ പഠിക്കാം. ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം. ഓക്കെ, അടുത്തൊരു അവാർഡ് നോക്കൂ. അപ്പൊ ഇതൊക്കെ പഠിച്ചോളേ. കവിത മാംസഭോജിയാണ്. ഇവിടെ ഞാൻ കുറച്ച് കൃതികൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഹരീഷിന്റെ പുസ്തകമാണ് മീശ അല്ലെ. മീശ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ പുസ്തകമാണ്. ഹരീഷിന്റെ മറ്റൊരു പുസ്തകമാണ് ഓഗസ്റ്റ് 17. അപ്പൻ എന്ന കൃതി ആരുടേതാണ്? PY ആണ്. അപ്പൻ. ഓഗസ്റ്റ് 17 മീശ വിരിച്ചു അപ്പൻ കേട്ടോ. പട്ടുനൂൽ പുഴുവിനെ കണ്ടപ്പോൾ ഓഗസ്റ്റ് 17 മീശ വിരിച്ചു അപ്പൻ. അങ്ങനെ ആലോചിച്ചായി. പട്ടുനൂൽ പുഴുവിനെ കണ്ടപ്പോൾ ഓഗസ്റ്റ് 17 മീശ വിരിച്ചു അപ്പൻ. അങ്ങനെയാണെങ്കിൽ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായത് ആരെന്ന് ചോദിച്ചാൽ TV ചന്ദ്രൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ട് നിങ്ങള്. 2022 JC ഡാനിയൽ പുരസ്കാരം, 2022 JC ഡാനിയൽ പുരസ്കാരം കിട്ടിയത് ഇതേ ചന്ദ്രനാട്ടോ, TV ചന്ദ്രനാണ്. അദ്ദേഹത്തിന് സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റേ പുരസ്കാരം കിട്ടി. പഠിച്ചു വെക്കുക. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റേ പുരസ്കാരം കിട്ടിയത് TV ചന്ദ്രൻ. 2022 JC ഡാനിയൽ പുരസ്കാരം ജേതാവ് നമ്മൾ പറഞ്ഞു. 2026 നൃത്ത കലാനിധി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? നൃത്ത കലാനിധി പുരസ്കാരം നൃത്തം ഊർമിള സത്യനാരായണൻ. മേഡത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഭരതനാട്യം കലാകാരിയാണ്. ഏതു മേഖല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഭരതനാട്യം എന്ന് പറയണം. ഊർമിള സത്യനാരായണനാണ് നൃത്ത കലാനിധി പുരസ്കാരം കിട്ടിയത്. വയലിനിസ്റ്റ് RK ശ്രീറാം കുമാർ. ആ പേര് നോട്ട് ചെയ്തേ. ഏതാണ് ഇദ്ദേഹത്തിന്റെ മേഖല എന്ന് ചോദിക്കും. ശ്രീ രാംകുമാറിന്റെ മേഖല വയലിനിസ്റ്റ് ആണ്. സംഗീത അക്കാദമിയുടെ സംഗീത കലാനിധി അവാർഡ് കിട്ടുന്നു. 2 അവാർഡുകളാണ്. ഒന്ന് നൃത്ത കലാനിധി അവാർഡ്, മറ്റൊന്ന് സംഗീത കലാനിധി അവാർഡ്. അപ്പൊ RK ശ്രീറാംകുമാർ എന്ത് കിട്ടുന്നു? വയലിനിസ്റ്റ് ആണ്. സംഗീത കലാനിധി അവാർഡ്. സംഗീത കലാനിധി അവാർഡ് വയലിനിസ്റ്റ് ആയിട്ടുള്ള RK ശ്രീറാംകുമാറിന് സംഗീത കലാനിധി അവാർഡ് ആണെങ്കിൽ നോക്കൂ, നൃത്ത കലാനിധി അവാർഡ് ഊർമിള സത്യനാരായണനാണ് കിട്ടുന്നത്. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ വിഭാഗത്തിലുള്ള
പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങൾ പറയണം പ്രദീപ് ഓർക്കാട്ടിരിയാണ്. പ്രദീപ് ഓർക്കാട്ടിരി ഏത് അവാർഡ് കിട്ടുന്നു? ബാലശാസ്ത്ര സാഹിത്യ വിഭാഗത്തിലുള്ള പുരസ്കാരം കിട്ടുന്നു. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ വിഭാഗത്തിലുള്ള പുരസ്കാരം നേടിയത് പ്രദീപ് ഓർക്കാട്ടിരി. അദ്ദേഹത്തിന്റെ കൃതി പുല്ലരി മധുരം, മുത്താറി മുതൽ മലഞ്ചാമ വരെ. കണ്ട നിങ്ങള്, മലഞ്ചാമ വരെ, പുല്ലരി മധുരം, നിങ്ങൾ അത് പഠിച്ചു വെച്ചാൽ മതി. പേരെന്താണ്? പുല്ലരി മധുരം. പുല്ലരി മധുരം, പ്രദീപ് ഓർക്കാട്ടിരി. പ്രദീപ് ഓർക്കാട്ടിരി. അപ്പൊ നമ്മള് കന്നബേഴ്സിന്റെ ബാച്ചിൽ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിരുന്നു, ഓർക്കാട്രി എന്ന് പറഞ്ഞൊരു ചന്തയുണ്ട് കോഴിക്കോട് ജില്ലയില്. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ കേട്ടുക്കോ ചോദിച്ചപ്പോൾ കേട്ടു എന്ന് പറഞ്ഞു. അപ്പൊ പുല്ല് വളരെ മധുരത്തിൽ ഇങ്ങനെ കഴിക്കുന്ന ചന്ത, കന്നുകാലി ചന്തയാണ് ഓർക്കാട്രി നടക്കാറ്. അപ്പൊ കന്നുകാലികൾ പുല്ല് മധുരത്തോടെ കഴിക്കുന്നു. അപ്പൊ കന്നുകാലി ചന്ത ഓർക്കാട്രി. അപ്പൊ പ്രദീപ് ഓർക്കാട്രി എന്ന് പറയുന്ന വ്യക്തി ആ സ്ഥലത്താണെന്ന് എനിക്ക് അറിയില്ല. ആ ഒരു സാഹിത്യകാരന്റെ പേരാണ് പ്രദീപ് ഓർക്കാട്രി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് പുല്ലരി മധുരം. ഇതാണ് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ വിഭാഗത്തിലുള്ള പുരസ്കാരം കിട്ടിയത്. പുല്ലരി മധുരം, പ്രദീപ് ഓർക്കാട്രി. മക്കളെ, അർബുദം പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുക വഴി ചികിത്സ കൃത്യസമയത്ത് ആരംഭിക്കാനും അമൂല്യമായ ജീവനുകൾ രക്ഷിക്കാനും സാധിക്കുന്ന ഗുജറാത്തിൽ ആരംഭിച്ച ഒരു പുതിയ പദ്ധതി. ഇതിവിടെയല്ല, ഗുജറാത്തിലാണ്. ഏതാണ്? ആശാവാൻ. നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ, ഒരു ആശ, അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള, കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ ഇപ്പം പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഈ ബസ്സുകളൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. അപ്പൊ അതുപോലെ ആരംഭത്തിൽ തന്നെ ഈ പറയുന്ന അർബുദം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ബസ്, അങ്ങനെയാണ് ഒരു വാന്, ആശാ വാൻ എന്ന് വിളിക്കട്ടോ. ക്യാൻസർ സ്ക്രീനിങ് വാനാണ്. ഗ്രാമീണ മേഖലകളിൽ ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമായുള്ള ഒരു മൊബൈൽ യൂണിറ്റ് ആണ്. നോക്കൂ, ഇന്നത്തെ ക്ലാസ് കുറച്ച് നീണ്ടുപോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ, നല്ല മഴയും പ്രതികൂല സാഹചര്യമൊക്കെ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തു തീർത്താണ്. ഞാൻ 2 ചോദ്യം നിങ്ങളോട് ചോദിക്കാം കേട്ടോ. ഒത്തിരി സ്പീഡ് പറഞ്ഞിട്ടുണ്ടാവും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: BJP-യുടെ പുതിയ ദേശീയ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി അറിയുമെങ്കിൽ കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 2025 ഡിസംബറിൽ പ്രസിഡന്റ് പുറത്തിറക്കിയ ഭരണഘടന ഏത് ഭാഷയിലുള്ളതാണ്? ഇത് രണ്ടും ഞാൻ നിങ്ങളെ പഠിപ്പിച്ച 12 ക്ലാസ്സുകളുണ്ട്. അപ്പൊ നിങ്ങളെ ക്ലാസ്സുകളൊക്കെ കാണുക മക്കളെ. റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കാണുക. PDF-കൾ വായിക്കുക, നന്നായി പഠിക്കുക. രണ്ടിന്റെയും ആൻസർ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.